മമ്മൂട്ടിക്കും തനിക്കുമിടയിൽ ഒരിക്കലും മത്സരങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മോഹൻലാൽ. മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പേര് പറഞ്ഞ് ഒരിക്കലെങ്കിലും തർക്കത്തിലേർപ്പെടാത്ത ആരാധകർ ഉണ്ടാവുകയില്ല. ഇരുവരുടെയും അഭിനയ മികവും സ്റ്റൈലും എന്നും ആരാധകർക്ക് പരസ്പരം ചോദ്യമറിയാനുള്ള കാരണങ്ങളായിരുന്നു. ലാലേട്ടനാണോ മമ്മൂക്കയാണോ മികച്ചതെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയുക ഇരുവരുടെയും കടുത്ത ആരാധകർക്കും അസാധ്യം. എങ്കിലും ആരാധകരുടെ തർക്കമൊന്നും തങ്ങൾക്കും ഇവർക്കുമിടയിലെ സൗഹൃദത്തെ ബാധിച്ചിട്ടില്ലെന്നാണ് മോഹൻലാൽ അടിവരയിട്ട് പറയുന്നത്. ഇത്രയും നീണ്ട നാളത്തെ അഭിനയ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരസ്പരം മത്സരിച്ചിട്ടില്ലെന്നും മലയാളത്തിന്റെ മഹാനടൻ പറയുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് തിരശ്ശീലയിലെത്തിയാൽ ചിത്രം സൂപ്പർ ഹിറ്റ് ആവുമെന്നത് ചരിത്രം. ഗസ്റ്റ് റോളിൽ മമ്മൂട്ടി എത്തിയ മോഹൻലാൽ ചിത്രം നരസിംഹം ഒരു ഉദാഹരണം മാത്രമാണ്. ഹരികൃഷ്ണൻസിൽ ടൈറ്റിൽ കഥാപാത്രങ്ങളായി ഒരുമിച്ചെത്തിയപ്പോഴും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഒരേ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാള ചലച്ചിത്രത്തിന്റെ സുവർണകാലം എന്ന് വാഴ്ത്തപ്പെടുന്ന 80കളിലെ വലിയ വാർത്തയായിരുന്നില്ല. IV ശശിയുടെയും PG വിശ്വംഭരന്റെയും KS സേതുമാധവന്റെയും എല്ലാം അനേകം സിനിമകളിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്തി. ആ ചിത്രങ്ങളിലെ മമ്മൂട്ടിക്കൊപ്പമുള്ള അഭിനയ മുഹൂർത്തത്തെക്കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയോട് പറയുകയായിരുന്നു മോഹൻലാൽ. ഇത്രയും കാലം നീണ്ട കരിയറിൽ മത്സര സ്വഭാവം തങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. ഒരു തിരുത്തലോടുകൂടി മോഹൻലാൽ പറയുന്നു, ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളിലെ പ്രകടനത്തിൽ മാത്രം മമ്മൂട്ടിക്കും തനിക്കുമിടയിൽ ഒരുതരം ആരോഗ്യകരമായ മത്സരം ഉണ്ടായിരുന്നുവെന്ന്. മമ്മൂക്കയും ഞാനും പരസ്പരം മത്സരിച്ചിട്ടുണ്ട് എന്ന് പറയാനാവില്ല. ഒരു കാര്യത്തിലൊഴിച്ച് ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളിൽ ഒരു മത്സരം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആകെ 54 ചിത്രങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത്തരം ചിത്രങ്ങളിൽ ഞങ്ങൾ മത്സരിച്ചിട്ടുമുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിൽ മറ്റേയാളെ മറികടക്കാൻ, മോഹൻലാൽ പറയുന്നു. രഞ്ജിത്തിന്റെ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിലാണ് അവസാനമായി മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ചത്. നന്ദി.